ഹേ ഓൾ. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു കുട്ടി വ്ളോഗാണ്. നമ്മളൊന്ന് പാലക്കാട് പോകുമായിരുന്നു, ചെറിയൊരു പർച്ചേസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും വ്ളോഗ്, ലോങ് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ലോങ് വീഡിയോസൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ കൂടുതലും ലൈവാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബൈക്കിൽ പോകാനാണ് ഞങ്ങൾ 3 പേർക്കും ഇഷ്ടം. പക്ഷേ മഴയുണ്ടായിരുന്നു, അപ്പോൾ നമ്മളങ്ങനെ കാർ എടുത്താണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ആ കയ്യിലുള്ള ഒരു ഐറ്റം കണ്ടോ, അത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുട്ടികൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അവൻ വണ്ടി ഓടിക്കുന്ന പോലൊരു ഫീലും വരും. കുട്ടികളെ പറ്റിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ അതിലിങ്ങനെ ഹോണൊക്കെ ഉണ്ട്, പല സൗണ്ടൊക്കെ നമുക്ക് അങ്ങനെ നോർമലി നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു 25 മിനിറ്റ്സ് ആണ് ഉള്ളൂ പാലക്കാടിലോട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട് ഏകദേശം എത്താറായി. നമ്മുടെ സോഷ്യൽ കിച്ചണൊക്കെ ഇല്ലേ, അതൊക്കെ ആ ഒരു സൈഡിൽ കൂടെയാണ് പോകുന്നത്. സോഷ്യൽ കിച്ചൺ അത്യാവശ്യം ഫേമസ് ആണ്. മീൻസ് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ അത്യാവശ്യം ഫേമസ് ആണ്. നമ്മൾ പോകുന്നത് എനിക്കൊരു ട്രൈപോഡും അതുപോലെ ഒരു എയർബഡും ഒരു റിംഗ് ലൈറ്റും മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പറയുന്നൊരു ഷോപ്പിലോട്ടേക്ക് ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസ് ത്രൂ ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, വലിയ യൂട്യൂബുകാരി, യൂട്യൂബ് ചാനൽ ഒന്ന് തുടങ്ങുമ്പോഴേക്കും റിംഗ് ലൈറ്റ് എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ ക്ലാസ്സസൊക്കെ എടുക്കേണ്ടി വരാറുണ്ട് നമുക്ക് മീറ്റിങ്സൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ട്രൈപോഡ് കമ്പൽസറി ആയിട്ട് മുന്നേ നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിൻ്റെ ഓൺ ബ്രാൻഡാണ് ഈ ഒരു റയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹെഡ്സെറ്റാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞ് പിന്നെ എവിടെ പോയാലും അവന് കളിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇതിൽ എൻഗേജ്ഡ് ആവും. അതെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ട്രൈപോഡും ഒരു റിംഗ് ലൈറ്റും അതുപോലെ എയർപോഡുമാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം നമ്മൾ ഇപ്പോൾ ലൈവൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ടേബിളിൻ്റെ മേലെ തലോണയൊക്കെ വെച്ച് ഫോണൊക്കെ ചാരി വെച്ചിട്ടൊക്കെയാണ് ഇരിക്കാറുള്ളത്. അപ്പം ഇപ്പോൾ 2 പർപ്പസായി. അതിന് മുന്നേ എനിക്ക് ക്ലാസ് എടുക്കാനല്ലെങ്കിലും ഇത് ആവശ്യമുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒഴിവ് കിട്ടിയപ്പം പോയി പർച്ചേസ് ചെയ്തതാണ്. ഇത് ഞാനൊരു കൗതുകത്തോടെ എടുത്താണ്. ഇപ്പോൾ ഏട്ടൻ എന്താണോ കാണിക്കുന്നത് അതുപോലെയാണ് ഉണ്ണിയും കാണിക്കുന്നത് കേട്ടോ. വണ്ടി നമ്മൾ എങ്ങനെയാണോ ആൾ തിരിക്കുന്നത് അതേ ഒരു ഡയറക്ഷനിലാണ് ആളും അത് തിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു മൈൻഡിൽ അവനാണ് വണ്ടി ഓടിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ആൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കാറൊക്കെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്കിങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അധികം റേറ്റൊന്നുമില്ല കേട്ടോ. ഇതിനൊരു 500ൻ്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ നമ്മളിതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം അവന് ഓറിയോ ഷേക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഒന്നാമത് മഴയാണ്, ഷേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പനിക്കുള്ള സമയമാണ്. അപ്പം നമ്മുടെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിക്ക് നമ്മൾ ഫുഡ് പുറത്തു നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ പോകുന്ന വഴിയാണ് ഓർത്തത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗുണ്ട്. അപ്പം അവൾ പാലക്കാട് ഉണ്ടായിരുന്നു, രേവതി എന്നാണ് പേര്. ഞാൻ 2 കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കൊളീഗാണ് രേവതി. അപ്പോൾ രേവതി എന്തായാലും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോഴും ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കുഞ്ഞുമായിട്ട് നല്ല കമ്പനിയാണ്. അവളുടെ മോനും എൻ്റെ മോനും ഏകദേശം ഫേസ് കട്ടൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പം അങ്ങനെ അവനും ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രേവതി ആൻറ്റി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റാണ്. എനിക്ക് പെട്ടെന്നാണ് പാലക്കാട് എത്തിയപ്പം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ മുന്നേ. സോ അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പം അവൾ ഇറങ്ങുന്ന കറക്റ്റ് ടൈമിലാണ് ഞങ്ങളും ആ സ്ഥലത്ത് എത്തിയത്. അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവളെന്നെ മീറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ പായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചേ പിന്നെ അവന് ഷേക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു ഷേക്ക് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു മൊജീറ്റോ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജീറ്റോ. നിങ്ങൾക്ക് മൊജീറ്റോസൊക്കെ ഇഷ്ടമാണോ? നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ഇതിനെക്കാട്ടിലും എനിക്കിഷ്ടം ആ ഒരു മൊജീറ്റോ. അതിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഇഷ്ടം. അവന് പിന്നെ ഓറിയോ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു പീസ്, മീൻസ് കുറച്ചേ കുടിച്ചുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് നമ്മൾ പാഴ്സൽ ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നു, ബാക്കിയുള്ളവരാണ് കുടിച്ചത്. പിന്നെ ഇത് അവിടുത്തെ ഒരു കോട്ട് എനിക്ക് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാനതങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ ഇതും കണ്ട അവിടുത്തെ വാൾ പെയിൻറ്റ് ആണോ അതോ ഒട്ടിച്ചാണോ എന്നറിയില്ല, പക്ഷേ
ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, നല്ല കൗതുകമായിട്ട് തോന്നി. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഇതിൽ ഒരു ക്ലിപ്പിങ്സ് പോലെ വെച്ചതാണ്. ഏതാ പ്ലേസ് എന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ച ആ ട്രൈപോഡ് ഉണ്ടല്ലോ, റയോണിൻ്റെ ആ ട്രൈപോഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നൈറ്റ് ഏകദേശം ഒരു 7 മണിയാകുമ്പോഴേക്കൊക്കെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ നമ്മുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഏടത്തിയമ്മയുടെ അനിയനാണത്. അപ്പോൾ അതെനിക്ക് സെറ്റ് ചെയ്ത് തന്നതാണ്, ട്രൈപോഡും അതുപോലെ റിംഗ് ലൈറ്റും എല്ലാം. അവർ രണ്ടാളും കൂടി, കുഞ്ഞും അതുപോലെ ആളും കൂടി സെറ്റ് ചെയ്ത് എല്ലാം നമ്മൾ അന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.